നമസ്കാരം. കുട്ടികളുടെയും കൗമാരത്തിന്റെയും മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുന്ന കുട്ടിക്കാലത്തിന്റെ ഈ ലക്കത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം കുട്ടികളിലെ, പ്രത്യേകിച്ച് കൗമാരത്തിന്റെ ഒരു ശീലമായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഡ്രഗ് അബ്യൂസിനെ സംബന്ധിച്ചാണ്. കുട്ടികൾ മദ്യപാനമടക്കമുള്ള മയക്കുമരുന്ന് ഉപയോഗത്തിലേക്കും മറ്റുമൊക്കെ എത്തിച്ചേരുന്നതിന് ഒരുപാട് കാരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. വീടകം മുതൽ അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് വരെ നീളുന്ന ഒരുപാട് കഥകളും സംഭവങ്ങളും അതിന് പിന്നിലുണ്ട്. എന്താണ് കുട്ടികൾ ചെറുപ്രായത്തിലെ തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് വഴുതി പോകുന്നത്? അന്വേഷിക്കുകയാണ് കുട്ടിക്കാലം. ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കുട്ടിക്കാലം ചർച്ചയ്ക്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് കുട്ടികളിലെ മയക്കുമരുന്ന് ഉപയോഗം എന്ന് പറയുന്നൊരു വിഷയം. ഇപ്പൊ ഈ വിഷയത്തെ വളരെ ജനറലായി സമീപിക്കുമ്പോൾ സാറിന് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? കേരളത്തിൽ ഇപ്പം ഏറ്റവും അധികം പ്രശ്നമായി അവഗണിക്കുന്ന ഒരു മേഖലയാണിത്. വളരെയധികം കുട്ടികൾ ഇതിലേക്ക് വഴുതി വീഴുന്നുണ്ട്. ഇതിന് പല പല കാരണങ്ങൾ ഇതിന് ഉണ്ടെന്നുള്ളതാണ് സത്യം. പലപ്പോഴും ഒരു സോഷ്യൽ എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതിൽ വളരെയധികം കാര്യങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ബയോളജിക്കലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു രോഗം എന്നുള്ള രീതിയിൽ പലപ്പോഴും നമ്മൾ കണ്ടുമുട്ടുന്നത്. എന്നാൽ അതൊരു മാനസിക പ്രശ്നമാണ്, ഒരു സാമൂഹിക പ്രശ്നവുമാണ്. ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ ഒരു പക്ഷെങ്കിൽ ഇപ്പോൾ പുതിയ പുതിയ പഠനങ്ങൾ പോലും പറയുന്നത് നമ്മുടെ ക്രോമസോമിന്റെ 5ാമത്തെ പേരിൽ കൂടെ ഈ ഒരു ദുസ്വഭാവം ഒരു തലമുറയിൽ നിന്ന് വേറൊരു തലമുറയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ഈ മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന കുട്ടികളും ഒരു പരിധിവരെ 50% വരെയൊക്കെ പോലും ആ കുട്ടികളും ഇതിന് അടിമകളായി മാറാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറയുക, കുട്ടികൾ ഇങ്ങനെയുള്ള ഉണ്ടാകാനുള്ള കാരണം ഒരു പരിധിവരെ മാതാപിതാക്കൾ തന്നെയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. തീർച്ചയായും ജനറ്റിക്സിന്റെ ഘടകമാണോ സാറേ അതിനകത്ത്? തീർച്ചയായിട്ടും വളരെ വ്യക്തമായ സ്വാധീനമുണ്ട്. ഞാൻ എനിക്കിവിടെ ഒരു ക്ലിനിക്കൽ അനുഭവം പറയാം. ഒരിക്കലും ഒരു അപ്പനും മകനും അപ്പന് ഡി അഡിക്ഷന് വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, ട്രീറ്റ്മെന്റിന് ഭാഗമായിട്ട് അഡ്മിറ്റ് ചെയ്തു. ഈ മകനോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹവും മദ്യം കഴിക്കുന്ന ആളാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ കഴിക്കുന്ന ആളാണോ ചോദിച്ചു. ഞാൻ വല്ലപ്പോഴും ചെറുതായിട്ട് കഴിക്കും, കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അപ്പനും കഴിച്ചു തുടങ്ങിയത് ചെറുതായിട്ടായിരിക്കും എന്ന രീതിയിൽ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, സാർ ഞാൻ അങ്ങനെയൊന്നും ആ രീതിയിലേക്ക് പോവില്ല, ഞാൻ വെൽ കൺട്രോൾഡ് ആയിട്ട് പൊക്കോളാം എന്ന് പറഞ്ഞു. കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, സാറിന്റെ അപ്പന്റെ കാര്യം നോക്കിയാൽ മതി, ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളാം എന്ന രീതിയിൽ പറഞ്ഞു. ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഈ അപ്പൻ തിരിച്ച് വീട്ടിലേക്ക് പോയി, കുഴപ്പമില്ലാതെ ഭംഗിയായിട്ട് പോയി. കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ അപ്പൻ ഈ മകനെ കൊണ്ട് ട്രീറ്റ്മെന്റ് വന്നു. ക്ലിയർ ആയിട്ടും മദ്യത്തിന് അഡിക്റ്റായി, ജോലിയെ ബാധിച്ച് എല്ലാ രീതിയിലും ഡിറ്റീരിയേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ജനറ്റിക് ഫാക്ടർ എന്ന് പറഞ്ഞത്. യൂഷ്വലി സ്റ്റഡീസ് പറയുന്നത് അപ്പൻ മദ്യത്തിന് അടിമയാണെങ്കിൽ 50%, 2 ആൺകുട്ടി ഉണ്ടെങ്കിൽ ഒരു ആൺകുട്ടി അഡിക്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളുകളിലെ എൻവയോൺമെന്റ് ഇതിന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കാൻ വഴിയില്ല. കാരണം അധ്യാപകർ ശ്രദ്ധിക്കുന്നു, അധികൃതർ ശ്രദ്ധിക്കുന്നു. പക്ഷെ എങ്കിലും നമ്മുടെ കുട്ടികൾ ഇതിലേക്ക് വഴുതി വീഴുന്നു. അപ്പൊ ടീച്ചറുടെ അഭിപ്രായത്തിൽ എന്താണ് അതിനകത്ത്? നമുക്ക് ഇപ്പോഴത്തെ കുറച്ച് കാലങ്ങളിലായിട്ട്, ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിൽ ഒരുപാട് കുട്ടികൾ ഇങ്ങനെയുള്ള ഡ്രഗ് അബ്യൂസിലേക്ക് പോകുന്നതായിട്ടുള്ള പഠനങ്ങൾ, റിപ്പോർട്ടുകളുണ്ട്. അപ്പൊ അതിലൊരു പരിധി വരെ സ്കൂളുകാർ ഒരുപാട് ഡിസിപ്ലിൻ ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അവർ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതിന്റെ അവൈലബിലിറ്റി വല്ലാതെ കൂടുതലാണ്. കാരണം ഡിഫറെന്റ് ഫോംസിൽ ഇതിന്റെ അവൈലബിലിറ്റി കൂടുതലാണ്. ഡ്രഗ്സ് ആണെങ്കിലും ആൽക്കഹോൾ ആണെങ്കിലും അത് കുട്ടികളെ ഓരോരുത്തരെയും തേടി പിടിച്ച് ഏജന്റുമാർ വളരെ ഈസി ആയിട്ട് അവർക്ക് അവൈലബിലിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വളരെ ഒരു സാമൂഹ്യ ദുരന്തം പോലെ അടുത്ത വരുന്ന ഈ തലമുറ കുറേ തലമുറയിൽ ഒരുപാട് കുട്ടികൾ ഇങ്ങനെയുള്ള അഡിക്ഷനിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതില് ഒരു സാമൂഹ്യ വിപത്ത് പോലെ ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൂടുതലായിട്ടും പാരന്റ്സ് നമ്മുടെ കുട്ടികളുടെ സ്വഭാവങ്ങൾ ഹൈസ്കൂൾ കാലഘട്ടം മുതലേ ഇതിലേക്ക് കുട്ടികൾ വഴുതി വീഴുന്നുണ്ട്.
അപ്പൊ കുട്ടികളുടെ പാരന്റ്സ് ഇതിന് പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. സാധാരണ രീതിയിൽ വിട്ട് കുട്ടികളുടെ പെരുമാറ്റങ്ങളിലുള്ള വ്യത്യാസങ്ങൾ പാരന്റ്സ് നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം. ഇപ്പൊ നന്നായിട്ട് പഠിക്കുകയും അതുപോലെ തന്നെ ക്ലാസ്സിൽ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കുട്ടികൾ കുറച്ച് നാളുകളായിട്ട് എന്തെങ്കിലും ചേഞ്ചസ് കാണുന്നുണ്ടോ? അവര് ലേറ്റ് ആയിട്ട് വീട്ടിലേക്ക് വരിക, പഠനത്തിലേക്ക് ശ്രദ്ധ കുറയുക, റൂം അടച്ചിട്ടിരുന്ന് കുറച്ച് നാള് അല്ലെങ്കിൽ കുറച്ചധികം നേരം റൂമിലിട്ടിരുന്ന് അടച്ചിട്ടിരിക്കുക, അങ്ങനെയുള്ള, പിന്നെ ഭക്ഷണത്തിന് താല്പര്യമില്ല, പുറത്ത് പോവാൻ താല്പര്യമില്ല, അങ്ങനെയുള്ള കുറെ സ്വഭാവ ചേഞ്ചുകൾ ആ കുട്ടികൾക്ക് കാണുന്നുണ്ടെങ്കിൽ പ്രധാനമായും പാരന്റ്സ് അത് ഒബ്സർവ് ചെയ്യണം. അത് എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ചേഞ്ച് കുട്ടികൾക്ക് വരുന്നതെന്നുള്ളത് അവർ നോക്കിക്കാണേണ്ടതാണ്. അത്യാവശ്യമാണ്. ഇതിനോട് ടീച്ചർ പറഞ്ഞതിനോട് ബന്ധപ്പെടുത്തി തന്നെ പറയട്ടെ, പലപ്പോഴും ഈ കുട്ടികൾ നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന സമയത്ത് ഈ ഫാദർ അല്ലെങ്കിൽ മദർ നൽകുന്ന ഹിസ്റ്ററി ഉണ്ട്, സാറേ കഴിഞ്ഞ ഒരു മാസമായിട്ടാണ് മാറ്റം കണ്ടു തുടങ്ങിയെന്ന്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോഴാണ് ഈ കുട്ടി പറയാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ മദ്യവും ഇതൊക്കെ കഴിക്കുന്നുണ്ടെന്ന്. അറിയില്ല. അവിടെയാണ് ഇതിനകത്ത് വ്യത്യാസം വരുന്നത്. അപ്പൊ ഈ മാതാപിതാക്കളുടെ ഒരു ക്ലോസ് ഒബ്സർവേഷനിലായിരിക്കണം ഈ കുട്ടികളിൽ ഉണ്ടാവുന്ന മൈൽഡ് ചേഞ്ചസ് നോട്ടീസ് ചെയ്യാൻ മാതാപിതാക്കൾക്ക് കഴിയണം എന്നുള്ളതാണ്. സാർ, ഇതിനോട് ചേർത്ത് ചോദിക്കാവുന്ന ഒരു ചോദ്യം, സാധാരണഗതിയിൽ നമുക്കറിയാം ഡ്രഗ് യൂസും മദ്യപാനവും ഒക്കെ ശരീരത്തെ ബാധിക്കുന്ന കാര്യമായിട്ടാണ് നമ്മൾ അളക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു മാനസികമായ അത് വിഷയമായി മാറുന്നത് എപ്പോഴാണ്? നമ്മൾ ശാസ്ത്രീയമായിട്ട് പറയണെങ്കിൽ നമ്മൾ ഒരു ടെർമിനോളജി ഉണ്ട്, അബ്യൂസും ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞത്. അബ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇലിസിറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സബ്സ്റ്റൻസ് കഴിക്കുന്നതിന് നമ്മൾ അബ്യൂസ് ചെയ്യാന്ന് പറയും. അപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ നമുക്കതിന്റെ ആ കോൺസിക്വൻസ് അറിയാം, ഇത് കഴിക്കുന്ന നമുക്ക് ആപത്താണെന്ന് അറിയാം. അങ്ങനെ നമ്മൾ കഴിക്കുന്ന അബ്യൂസ് എന്ന് പറയും. ഒരു ഡിപ്പെൻഡൻസ് എന്നുള്ള ലെവലിലേക്ക് വരുമ്പോഴാണ് നമ്മൾ വളരെയധികം രോഗാവസ്ഥയിലെത്തി നമ്മൾ പറയും. അതായത് ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ ആ അബ്യൂസിന്റെ സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു ടീച്ചർ പറഞ്ഞ പോലെ തന്നെയാണെങ്കിലും ഈ കാലഘട്ടത്തിന്റെ ഒരു സ്റ്റേജാണ് നമ്മൾ പറഞ്ഞ പിയർ പ്രഷർ എന്ന് പറയും. പിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാരണമാണത്. നമ്മുടെ ആ സുഹൃത്തുക്കൾ വലയത്തിൽ വീണ് നമ്മളും കഴിക്കാൻ നിർബന്ധരായിത്തീരുന്നു. അങ്ങനെ നമ്മൾ ഒരു പക്ഷേ ഇതിലേക്ക് പെടുമ്പോൾ അതിന്റെ ആദ്യ കാലങ്ങളിൽ നമുക്കത് കഴിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ പറയും യൂഫോറിയ എന്ന് പറയും, അല്ലെങ്കിൽ അത് കഴിക്കുന്നതിനുള്ള ഇന്റോക്സിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്കത് വളരെ സന്തോഷകരമായിട്ട് നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഡിപ്പെൻഡൻസിലേക്ക് എത്തുമ്പോൾ നമ്മൾ പറയുന്നത് ഇതില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അന്നേരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രോഗാവസ്ഥയിലേക്ക് മാറും. ഒരു നേരം ഉപയോഗിക്കാൻ നമുക്ക് പറ്റാതിരിക്കുന്ന അവസ്ഥ. അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാകുന്നത്. കാരണം ആ വിഡ്രോവൽ സിംറ്റംസ് കുട്ടികൾ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ വിഡ്രോവൽ സിംറ്റംസ് പറയുമ്പോൾ ചിലപ്പോൾ അത് കിട്ടിയില്ല അവർ വയലന്റ് ആകാം, അല്ല അവരുടെ വിശപ്പിറക്കം നഷ്ടപ്പെടാം, അമിതമായ ദേഷ്യം കാണിക്കാം, മറ്റുള്ള ഫിസിക്കൽ അബ്യൂസ് പോലും ചിലപ്പോൾ മറ്റുള്ളവരുടെ അടുത്ത് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ എന്റെ ആ വിഡ്രോവൽ സിംറ്റംസ് ആണ്. ഇത് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത്. അപ്പൊ നമ്മൾ ആപത്തിലേക്ക് നമ്മൾ പോയി നമ്മൾ മനസ്സിലാകും. അപ്പൊ അത് ശരിക്കും നമ്മൾ പല മാതാപിതാക്കളും ഇത് നമ്മൾ അറിഞ്ഞു വരുമ്പോഴത്തേന് കുട്ടികൾ അതിനകത്ത് പ്യൂർലി അത് ഡിപ്പെൻഡന്റ് എന്നുള്ള ഒരു അവസ്ഥയിൽ കുട്ടികൾ എത്തിക്കാണുന്നുണ്ടാവും. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ ഒരു റിലേഷൻ ഉണ്ടാക്കുമെങ്കിലും അവസാനം ഇത് ഡിപ്പെൻഡൻസിലേക്ക് എത്തുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ നമ്മൾ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ഒരു പ്രശ്നമാണ്, അല്ലെ അവൈലബിലിറ്റി ഒരു പ്രശ്നമാണ്. അതേപോലെ തന്നെ കുട്ടികൾ എനിക്ക് തോന്നുന്ന ഒരു പ്രശ്നമാണ് റിസ്ക് ടേക്കിംഗ് ടെൻഡൻസി എന്ന് പറയും. നമ്മൾ കുട്ടികളുമായിട്ട് നമ്മൾ ഇടപെട്ട് കഴിയുമ്പോൾ അവർക്ക് ഇത് നമ്മളിപ്പോ നോ എന്ന് പറയുമ്പോൾ അത് ചെയ്താൽ എന്താണ്, ഇപ്പൊ നമ്മുടെ മീഡിയയിലെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ തന്നെ കുറച്ചു മുമ്പ് തന്നെ സാർ തന്നെ പറയായിരുന്നു പ്രേമം എന്ന് പറയുന്ന മൂവിയെ കുറിച്ച്. ആ മൂവിയെ കുറിച്ച് ക്ലാസ്സിലിരുന്ന ഒരു കുട്ടിക്ക് കുടിക്കാം, അതായത് പറഞ്ഞാൽ നായകൻ ചെന്ന് കുടിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ അവർ ചോദിക്കുന്നത് നമ്മൾ എതിർക്കുന്ന സാധനം എന്തുകൊണ്ട് നമുക്കൊന്ന് ചെയ്തുകൂടാ, നമുക്കൊന്ന് ട്രൈ ചെയ്തുകൂടാ എന്നുള്ള അവസ്ഥ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതാണ് റിസ്ക് ടേക്കിംഗ് ടെൻഡൻസിയാണ് ഒരു ഭയങ്കര ഇതായിട്ട്, പ്രത്യേകിച്ച് കൗമാരത്തിന് ഒരു എതിർപ്പിന്റെ ഒരു ഇതാണ് പ്രശ്നം. പിന്നെ അതേപോലത്താണ് നോവൽറ്റി സീക്ക് എന്ന് പറയും, പുതുമ ആഗ്രഹിക്കുക. അപ്പൊ ഒരു സ്ട്രീമിൽ നമ്മൾ പോകുമ്പോൾ അവർക്ക് വ്യത്യസ്തമായ സ്ട്രീമിലേക്ക് പോകാനുള്ള ഒരു സാധ്യത അതിനകത്ത് വരാം. നോവൽറ്റി സീക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രവണതയും കുറച്ച് കുട്ടികൾ ഇത് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ കണ്ടുവരുന്നുണ്ട്. റിസ്ക് ടേക്കിംഗ് ടെൻഡൻസി വരാം, നോവൽറ്റി സീക്കിംഗ് വരാം. പിന്നെ അവരുടെ ബേസിക്കലി ടെമ്പർമെന്റ് നമ്മൾ പറയാറുണ്ട്. ടെമ്പർമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ ഈ മദ്യപാനം അല്ലെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനകത്ത് ഞങ്ങൾ പറയാം ഗുഡ് ട്രിപ്പ് ബാഡ് ട്രിപ്പ് എന്ന് പറയാറുണ്ട്. ഇപ്പൊ ഒരു വ്യക്തി മദ്യം അല്ലെ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ അവന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ചില ആൾക്കാർക്ക് അതിന്റെ മദ്യത്തിന്റെ ടേസ്റ്റ് പോലും സന്തോഷകരമായിട്ട് തോന്നാറുണ്ട്. അപ്പൊ അതാണ് ഗുഡ് ട്രിപ്പ് എന്ന് പറയാം. ബാഡ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനോട് അവർഷം തോന്നും, അവർ വൊമിറ്റ് ചെയ്യോ അല്ലെങ്കിൽ അതുമായിട്ട് അതിന്റെ ആ ടേസ്റ്റുകളുമായിട്ട് പോലും അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാതെ വരിക. നമ്മൾ കണ്ടുവരുന്ന ഈ അഡിക്റ്റ് ആവുന്ന ആൾക്കാരെല്ലാം തന്നെ ഇതിന്റെ ടേസ്റ്റ് പോലും അത് സ്പോക്കായാലും കൊള്ളാം, അതിന്റെ സ്മെല്ലാണെങ്കിലും കൊള്ളാം, അതെല്ലാം അവര് എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു കുട്ടിക്ക് ഗുഡ് ട്രിപ്പ് ഉണ്ടാകുകയാണ്. ആ ഗുഡ് ട്രിപ്പ് വരികയാണെങ്കിൽ അത് വളരെ മോശമായ അവസ്ഥയിലേക്കാണ് കൊണ്ടുവന്നെത്തിക്കുക. അപ്പൊ നമ്മൾക്ക് തന്നെ ഏതൊരു മദ്യപിക്കാത്ത വ്യക്തികളാകുമ്പോൾ മദ്യത്തിന്റെ മണം കേൾക്കുമ്പോൾ അതിന്റെ ഒരു പ്രത്യേക അട്രാക്ഷനോ അല്ല അതിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ അതിനോട് നമുക്ക് അടങ്ങാത്ത ഒരു അഭിനയിച്ച് തോന്നുന്നെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളിലും അതിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഡിപ്പെൻഡ് ആണെങ്കിൽ അത് വളരെ ഇതായിട്ടാണ് ഞങ്ങളതിന് ഗുഡ് ട്രിപ്പ് അല്ലെങ്കിൽ ബാഡ് ട്രിപ്പ് എന്നാണ് ഞങ്ങൾ പൊതുവെ അത് പറഞ്ഞു തരുന്നത്. അതിനോടൊപ്പം തന്നെ ഈ സാറ് പറഞ്ഞതിനോട് യോജിച്ചെന്ന് പറയട്ടെ,
ഈ മദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ഇത് മിക്കവാറും ഒരു പെഗ്ഗിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബിയറിലോ ആയിരിക്കാം. അതിന്റെ എമൗണ്ട് ക്ലിയർ ആയിട്ട് കൂടി പോകുന്നുണ്ടാവും. അന്ന് ഒരു വർഷം മുമ്പ് അവൻ സ്റ്റാർട്ട് ചെയ്ത ഒരു പെഗ് ആണെങ്കിൽ ഈ ഒരു പെഗിന് കിട്ടിയ എഫക്ട് പിന്നെ കിട്ടണമെങ്കിൽ 3-4 പെഗ് ഉണ്ടാവും. അതൊരു ക്ലിയർ ഒരു ക്രൈറ്റീരിയ ആണ് ടോളറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവൻ ഡിപ്പെൻഡൻസിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചില ആളുകൾ പറയും ഇതിന് ഭയങ്കര കപ്പാസിറ്റിയാ, അത് വലിയ ക്രെഡിറ്റ് ആയിട്ടാ ചിലർ പറയുന്നത്. ഈ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇവന്റെ ഈ അളവ് കൂടിപ്പോയി എന്ന ഒരു ടെൻഡൻസിയാണ്. അത് ക്ലിയർ സൂചനയാണ്, ഡിപ്പെൻഡൻസിലേക്ക് പോകാനുള്ള സൂചനയാണ് തരുന്നത്. ടീച്ചറെ, ഞാൻ ഇതിനോട് ചേർത്ത് ചോദിക്കാനായിട്ട് എന്റെ മനസ്സിൽ വന്നൊരു ചോദ്യം. ഇപ്പൊ നമ്മൾ 100,000 ബോധവൽക്കരണങ്ങൾ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അവരുടെ അഡോളസൻസിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ തന്നെ സ്കൂളുകൾ തന്നെ ഇടപെട്ടുകൊണ്ട് പിന്നെ മതസംഘടനകൾ ഇടപെട്ടുകൊണ്ടൊക്കെ കൊടുക്കുന്നു. പക്ഷെ ഇതൊക്കെ ഫലപ്രദമാവുന്നുണ്ടോ ഇല്ലെന്നല്ലേ നമ്മളിപ്പോ കാണുന്ന ഒരു സാഹചര്യം ബോധ്യപ്പെടുത്തുന്നത്? അതില് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി, അതുപോലെ തന്നെ പാരന്റ്സ്, അവരുടെ ഇൻവോൾവ്മെന്റ് വളരെ കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കുട്ടികളിൽ ഇപ്പോൾ പാരന്റ്സ്, ഹസ്ബൻഡ്, വൈഫ് രണ്ടുപേരും വർക്കിംഗ് ആയിരിക്കും, എല്ലാവരും ബിസി ലൈഫിൽ പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ പലപ്പോഴും കുട്ടികളിൽ ഉണ്ടാവുന്ന മൈൽഡ് ചേഞ്ചസ് ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് അവർക്ക് പറ്റാതെ വരാറുണ്ട്. സീവിയർ ആയിട്ടുള്ള ചേഞ്ചസുകളും അതുപോലെ തന്നെ സ്വഭാവ വ്യത്യാസങ്ങളും കാണുമ്പോഴാണ് പാരന്റ്സ് അതെന്താ എന്റെ മോന് പറ്റിയെന്നുള്ളൊരു ആദ്യം വരുന്നത്. പക്ഷെ അതിന് മുമ്പേ തന്നെ കുട്ടികൾ ചിലപ്പോൾ അതിന്റെ ചെറിയ ചെറിയ സൂചനകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊക്കെ വാങ്ങിക്കാനായിട്ടുള്ള പൈസ, പോക്കറ്റ് മണി പോലെ കുട്ടികൾ ചെറിയ ചെറിയ എമൗണ്ട് പാരന്റ്സിനോട് ചോദിച്ചിട്ടുണ്ടാവും. പക്ഷെ പാരന്റ്സ് പലപ്പോഴും ഇത് എന്തിനു വേണ്ടിയാണ്, ഇപ്പൊ സ്കൂളിൽ ഫീസ് അടയ്ക്കാനായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠനത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും കുട്ടികൾ പൈസ ചോദിക്കുന്നത്. പക്ഷെ പാരന്റ്സ് ചിലപ്പോൾ അത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, ഇതിനു വേണ്ടി തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. കാരണം ഇങ്ങനെയുള്ള അവൈലബിലിറ്റി തുടക്കത്തിൽ മയക്കുമരുന്നാണെങ്കിലും അതുപോലെ തന്നെ മദ്യമാണെങ്കിലും അവർക്ക് പൈസ കൊടുക്കാതെ ഇതൊന്നും കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഗ്യാങ്ങുകൾ തന്നെ സ്കൂളിന്റെയും ഒക്കെ നമ്മുടെ കോളേജുകളിലൊക്കെ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഗ്യാങ്ങുകൾ, അതിൽ കുട്ടികൾ ഇൻവോൾവ് ആണ്. ഇങ്ങനെയുള്ള കുട്ടികൾ ഇങ്ങനെ ചിലപ്പോൾ ചിലവര് നന്നായിട്ട് പൈസയുള്ള കുട്ടികളായിരിക്കും ആദ്യം പിടിക്കുക, എന്നിട്ട് അവർക്ക് ചെറിയ രീതിയിൽ എത്തിച്ചു കൊടുക്കും. പിന്നെ അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് സാധാരണക്കാരായ കുട്ടികളും ഇത് കണ്ടു കഴിയുമ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഗ്യാങ്ങിൽ ഭയങ്കര ഒരു അറ്റൻഷൻ സീക്കിംഗ് അല്ലെങ്കിൽ വളരെ ഇംപ്രസ്ഡ് ആയി. ഇപ്പോൾ പല മാധ്യമങ്ങളും ഇതിനെ വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യൂത്ത് ഫിലിംസിലൊക്കെ ഇതൊരു ഗുഡ് ഹാബിറ്റ് പോലെയാണ്. ഒരു നായകൻ ഇങ്ങനെയുള്ള അഡിക്ഷൻ അല്ലെങ്കിൽ ഡ്രഗ്സ് അല്ലെങ്കിൽ ആൽക്കഹോളൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ ആക്സെപ്റ്റബിൾ ആയിട്ടും എല്ലാവർക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ പാരന്റ്സ് കുട്ടികളിലുള്ള ഇങ്ങനെയുള്ള ചെറിയ ചേഞ്ചസ് പോലും മനസ്സിലാക്കണമെന്നാണ് ഞാൻ ആദ്യം പറയുന്നത്. കാരണം കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഇതിന്റെ തുടക്കം വരുന്നത്. കുട്ടികളിലിപ്പോ എസ്പെഷ്യലി മദേഴ്സ് ഒക്കെ വീട്ടിലെ കുട്ടികൾ പൈസ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഫാദേഴ്സ് അറിയാണ്ട് തന്നെ പൈസ കൂടുതൽ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, അത് നെഗറ്റീവ് രീതിയിലേക്ക് പോകുന്നുണ്ടോ, ഇതൊന്നും പലപ്പോഴും അമ്മമാർ അന്വേഷിക്കാറില്ല. അപ്പോൾ പാരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ബോധവൽക്കരണ ക്ലാസ്സുകളിലൊക്കെ പാരന്റ്സിനോടാണ് കൂടുതലും പറയുക. കാരണം കുട്ടികളുടെ ഒരു ലെവലിൽ വിട്ടിട്ടുള്ള മിക്ക പ്രോബ്ലംസിനും പാരന്റ്സിന്റെ ചെറിയ ചെറിയ അശ്രദ്ധകൾ കാരണമാകാറുണ്ട്. പിന്നീട് പാരന്റ്സ് തന്നെ അതിന് ഒരുപാട് സങ്കടപ്പെടേണ്ട സമയം ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മുടെ ക്ലിനിക്സിലൊക്കെ അങ്ങനെ ഒരുപാട് കേസുകൾ വരാറുണ്ട്. പഠനം വല്ലാണ്ട് കുറഞ്ഞു കഴിഞ്ഞ് വളരെ പ്രശ്നത്തിലേക്ക് ചെന്ന് കഴിയുമ്പോഴാണ് കുട്ടികളെ കൊണ്ടുവരുന്നത്. പക്ഷേ കുട്ടികളിൽ ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ വളരെ കുറച്ച് നാൾ മുമ്പ് തന്നെ ഇങ്ങനെയുള്ള പ്രോബ്ലംസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് പാരന്റ്സ് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. നമ്മളൊരു കേസ് ഡയറിയിലേക്ക് പോവുകയാണ്. നമ്മുടെ ഒരു പൊതുസമൂഹത്തിന്റെ, പ്രത്യേകിച്ച് കേരളീയ പൊതുസമൂഹത്തിന്റെ ഒരു ധാരണ നമ്മുടെ പെൺകുട്ടികൾ വളരെ സുരക്ഷിതരാണ്, പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങളിൽ അകലം പാലിക്കുന്നവരാണ് എന്ന് ധരിച്ചു വെക്കുകയും നമ്മുടെ പെൺകുട്ടികൾ ഇത്തരം കാര്യങ്ങൾക്ക് അന്യരാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നൊരു സമൂഹമാണ് കേരളീയ സമൂഹം. പക്ഷേ വളരെ അപകടകരമായ നിലയിൽ നമ്മുടെ പെൺകുട്ടികളും ലഹരിയുടെ മാസ്മരിക ലോകത്തേക്ക് പോകുന്നു എന്നതിന്റെ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ പാനലിന്റെ ഡിസ്കഷനും സൊല്യൂഷനും വേണ്ടി നമ്മുടെ മുമ്പിലെത്തിയിരിക്കുന്ന ഒരു പ്രശ്നം ഇതുപോലെ ഒരു പെൺകുട്ടിയുടെ മദ്യ ഉപയോഗം സംബന്ധിച്ചാണ്. ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിട്ടുള്ള പെൺകുട്ടി, കേരളത്തിലെ ഒരു പ്രമുഖ സ്ഥാപനം തന്നെയാണ്, അവിടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി. ഈ കുട്ടി ഒരു 19 വയസ്സ് പ്രായമുണ്ട്. വീട്ടുകാര് വളരെ സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തിയ കുട്ടിയാണ്. നല്ല കുട്ടി എന്ന് പൊതുസമൂഹത്തിൽ അഭിപ്രായപ്പെടുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ചേഞ്ചസ് കുട്ടിയിൽ കാണാൻ തുടങ്ങി, പലതരത്തിലുള്ള താല്പര്യക്കുറവുകൾ കാണാൻ തുടങ്ങി, ഒറ്റയ്ക്കിരിക്കുന്ന ശീലം
കാണാൻ തുടങ്ങി, ഗ്രൂപ്പിലെ മിംഗ്ലിങ്ങിന്റെ ഒരു സാഹചര്യമൊക്കെ ഒഴിവാക്കുന്ന സാഹചര്യം കാണാൻ തുടങ്ങി, മുറി അടച്ചിട്ടിരിക്കുന്ന സാഹചര്യം കാണാൻ തുടങ്ങി. അതുപോലെ പിയർ ഗ്രൂപ്പുമായിട്ട് മാത്രം സംസാരിക്കുക, അവരുമായിട്ട് മാത്രം ഇടപെടുകയും ചെയ്യുന്ന കാണാനായിട്ട് തുടങ്ങി. ഇങ്ങനെ അതുപോലെ വീട്ടിൽ നിന്ന് പല കാരണങ്ങൾ പറഞ്ഞ് ഹോസ്റ്റലിലേക്കും കൂട്ടുകാരുടെ വീടുകളിലേക്കും ഒക്കെ പോകുന്നത് പതിവായി. അങ്ങനെ വന്നപ്പോൾ വീട്ടുകാർ പതുക്കെ അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് വലിയൊരു കഥയുടെ വലിയൊരു രഹസ്യത്തിന്റെ ചുരുളഴിയുന്നത്. അങ്ങനെയാണ് ഈ കുട്ടി മദ്യത്തിന് അടിമയാണ്, അല്ലെ മദ്യപാനശീലം ഈ കുട്ടിയിൽ വളർന്നിട്ടുണ്ട് എന്നവര് കണ്ടെത്തുന്നത്. ഇത്തരമൊരു പ്രശ്നത്തെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നാണ് കുട്ടിക്കാലം ചർച്ച ചെയ്യുന്നത്. സാർ, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പെൺകുട്ടികൾ ഞാൻ പറഞ്ഞ പെൺകുട്ടികൾ മദ്യപിക്കരുതെന്നുള്ള അല്ലെങ്കിൽ ആ ഒരു പുരുഷാധിപത്യ കാഴ്ചപ്പാടി പറയുകയല്ല, നമ്മുടെ പെൺകുട്ടികൾ പോലും ഇതിനടിമയാവുന്നു എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ നാശത്തിലേക്ക് നയിക്കുന്ന ഒരു വലിയ ഒരു സൂചനയായിട്ടാണ് പലപ്പോഴും തോന്നുന്നത്. നമുക്ക് എങ്ങനെ നേരിടാൻ പറ്റും ഈ പ്രശ്നത്തെ? തീർച്ചയായിട്ടും വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇഷ്യൂ തന്നെയാണിത്. ഇതിനകത്ത് സ്റ്റഡീസ് പറയുന്നത് ആൺകുട്ടികളെക്കാൾ മദ്യത്തിന് അഡിക്റ്റ് ആവാൻ മോർ ചാൻസസ് പെൺകുട്ടികൾക്കാണെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സംസ്കാരത്തിൽ സ്ത്രീകൾ മദ്യപിക്കാത്തവരായതുകൊണ്ട് ഒരു മദ്യപാനികളായ സ്ത്രീകളുടെ ഒരു കൂട്ടം ഉണ്ടായില്ല. പക്ഷെ ഇപ്പോഴത്തെ ടെൻഡൻസി, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോലും ഒരു പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു വാർഡ് ഉണ്ടാക്കേണ്ട സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പെൺകുട്ടി നമ്മൾ കേസ് സ്റ്റഡിയിൽ പറഞ്ഞ ഈ പെൺകുട്ടി മദ്യം ഉപയോഗിച്ച് തുടങ്ങിയ സമയത്ത് ഒരു ഇലേറ്റഡ് മൂഡില് അവളില്ലാത്ത കുറേ സ്വഭാവങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വളരെ ചേഞ്ചസ് വന്നപ്പോൾ മാത്രമാണ് പേരന്റ്സ് നോട്ടീസ് ചെയ്തത്. അപ്പൊ ഇങ്ങനെയുള്ള ഇവർ ഈ ന്യൂ ജനറേഷൻ എന്ന ടേം യൂസ് ചെയ്ത് ഇത് ഞങ്ങൾക്കും പറ്റും, ഞങ്ങളെ കൊണ്ട് സാധിക്കും എന്ന രീതിയിലാണിപ്പോ സ്ത്രീകളുടെ മദ്യപാനം കൂടിക്കൂടി വരുന്നത്. മദ്യപാനം മാത്രമല്ല, കനാബീസ്, കൊക്കൈൻ പോലെയുള്ള ഡ്രഗ്സും ഒത്തിരി അബ്യൂസ് ചെയ്യുന്നവരുണ്ട്. ഇതിന്റെ വേറൊരു വശം എന്താന്ന് വെച്ചാൽ, ഈ ഇങ്ങനെയുള്ള അബ്യൂസുകളുടെ ഒരു മറുവശം ഇതിനുശേഷം വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ ചെന്ന് ചാടുകയും സെക്ഷൽ റിലേഷൻഷിപ്സ് വരികയും മൾട്ടിപ്പിൾ സെക്ഷൽ റിലേഷൻഷിപ്പ് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പതറ്റിക് കണ്ടീഷൻ എത്തിയതിനു ശേഷമായിരിക്കും ഇതിന്റെ യഥാർത്ഥ ചുരുൾ സാറ് പറഞ്ഞ പോലെ അഴിച്ചെടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇൻ ദ ബിഗിനിങ് മദ്യപാനത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കണേ. പക്ഷെ അവസാനം എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ഗ്രൂപ്പില, പിടിച്ചാൽ കിട്ടാത്ത ഒരു ഗ്രൂപ്പിലേക്ക് എത്തിച്ചേർന്നു. സാർ, നമുക്കിങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഇങ്ങനെ ഒരു കുട്ടിയെ നമുക്ക് തിരിച്ചെടുക്കാൻ ക്ലിനിക്കലായും മനഃശാസ്ത്രത്തിന്റെ ഉപാധികൾ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ അതിനെ നേരിടാൻ കഴിയും? നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ബയോളജിക്കലായ ട്രീറ്റ്മെന്റ് ആവശ്യമാണ്, സൈക്കോളജിക്കലായ ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. ബയോളജിക്കലായ ട്രീറ്റ്മെന്റ് സാധാരണ നമ്മൾ പറയാം, ഇപ്പൊ ഈ പെട്ടെന്നൊരു നമ്മൾ തന്നെ സ്വയം പലരും നിർത്താൻ ശ്രമിക്കാറുണ്ട്. നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമുക്കത് വീട്ടിൽ നിന്നത് ശരിക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയല്ല. തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അവർ ഒരു വശത്തൂടെ നമുക്ക് ഇതിനുള്ള ബയോളജിക്കൽ തെറാപ്പീസ് അല്ലെങ്കിൽ ഡ്രഗ് ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ടാവും. മറു സൈഡിൽ കൂടെ നമുക്ക് ഇവർക്ക് ഇഷ്ടമുള്ള സൈക്കോളജിക്കൽ തെറാപ്പികൾ ഉണ്ടാവും. അതിനകത്ത് കൗൺസിലിംഗ് ഉണ്ടാകാം, പല രീതിയിലുള്ള ബിഹേവിയർ തെറാപ്പി ടെക്നിക്കുകൾ ഉണ്ടാകാം. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവരെ മാറ്റിയെടുക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ എത്ര മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞാലും ലോകത്തിൽ മുഴുവനുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് 40% ആൾക്കാർ മാത്രമേ ഇതുകൊണ്ട് സുഖം പ്രാപിക്കുന്നു എന്നുള്ളതാണ്. ബാക്കി 60% ആൾക്കാരും ഇതിലേക്ക് തിരിച്ചു പോകുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ എപ്പോഴും നമുക്ക് പറയാനുള്ള ഒരു കുട്ടി പോലും ഈ ഒരു മഹാവിപത്തിലേക്ക് ചെന്നെത്താതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്നുള്ളതാണ്. അതിന് നമുക്കും കടപ്പാടുണ്ട്, അല്ലെങ്കിൽ മാതാപിതാക്കൾക്കും ഉണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിനും ഉണ്ട്, എല്ലാവർക്കും ഇന്നുണ്ട്. അപ്പൊ ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പറയുന്നത് 2 ആഴ്ചക്കാലത്തെങ്കിലും നമുക്ക് ശരിക്കും ഡ്രഗ് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. വിഡ്രോവൽ സിംറ്റംസ് എല്ലാം സബ്സൈഡ് ചെയ്തതിനു ശേഷമായിരിക്കാം നമ്മൾ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റുകൾ നമ്മൾ കൊടുക്കുക. അതിനുശേഷം ഒരു പക്ഷെങ്കിൽ ആവശ്യമുള്ള ചില കേസുകളിൽ മാത്രം നമ്മൾ പറഞ്ഞ ചില കെമിക്കൽ നമ്മൾ അബോർഷൻ തെറാപ്പി ആൻഡ് അബ്യൂസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള ചില മരുന്നുകളുണ്ട്. അതൊരു പക്ഷെങ്കിൽ നമ്മൾ ടെർമിനൽ, അതായത് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തായിരിക്കും പലപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ മദ്യപിച്ചു, നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തുവെങ്കിൽ ആ ലോകത്തിലുള്ള വേൾഡ് വൈഡ് ആയിട്ടുള്ള ഡേറ്റ പറയുന്നത് 728 ദിവസം അയാൾ മദ്യത്തിലേക്കോ മയക്കുമരുന്നിലേക്കോ പോകാതിരുന്നെങ്കിൽ മാത്രമേ അയാൾ സുഖമായി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. 728 ദിവസം സ്റ്റാൻഡേർഡ് കണക്കാണ്. അതിനിടയ്ക്ക് അയാൾ എപ്പോൾ വേണം അവർ തിരിച്ചു വരാം എന്നുള്ളതാണ്.
728 പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആൾ സുഖം പ്രാപിച്ചു എന്നുള്ളത്. 6 മാസമോ 2 ആഴ്ചയോ ശബരിമലയ്ക്ക് പോകാനുള്ള നമ്മൾ പറയുന്ന നോയുമ്പോ, ക്രിസ്മസിന്റെ ഈസ്റ്ററിന്റെ നോയുമ്പോ അന്നേരം നമ്മൾ മദ്യപിച്ചിട്ടില്ല അല്ലെ കുട്ടി കഴിച്ചിട്ടില്ല എന്ന് പറയുന്നൊന്നും കണക്കല്ല. അപ്പൊ ഈ 728 കഴിഞ്ഞാൽ തിരിച്ചു പോകാനുള്ള സാധ്യത അത് എങ്കിൽ നമ്മൾ പറഞ്ഞ അവരായിരിക്കും ഈ 40% പെടുക. ഞാൻ പറഞ്ഞ ആദ്യത്തെ 40% പെടുന്ന ആൾക്കാരെ ഈ 728 ദിവസവും ക്രോസ് ചെയ്യാറുണ്ട്. കാരണം അവരുടെ ആ ലേബൽ നമ്മൾ പറഞ്ഞ കാറ്റഗോറിക്കൽ ഡയഗ്നോസിസ് മാറ്റാൻ പറ്റുന്നത് നമുക്ക് 720 ദിവസം അബ്യൂസ് ചെയ്തതിനെ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നത് അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്നത് ഈ നമ്മൾ അങ്ങനെ ഒരാളെ നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പല വസ്തുക്കളും, നമ്മൾ ഡെയിലി കഴിക്കുന്ന പല വസ്തുക്കളും ഇൻടോക്സിക്കേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ അച്ചാർ കഴിക്കാറുണ്ട്, ഇൻടോക്സിക്കേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ചില ആൾക്കാർ പുകയില കഴിക്കാറുണ്ട്, ചില ആൾക്കാർ ലേഹ്യം അരിഷ്ടം, ചില ലേഹ്യത്തിന് ഈവൻ കപ്സിറപ്പ് പോലും നോക്കിയാൽ തന്നെ ആൽക്കഹോളിന്റെ കണ്ടന്റ്. ഇതെല്ലാം നമ്മൾ സൂക്ഷിക്കും. നമ്മൾ വിലക്കെടുക്കേണ്ട ആവശ്യമുണ്ട്. ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ഒരാളുടെ കേസിൽ ഇതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ കണക്ക് നമുക്ക് സൂചിപ്പിക്കുന്നത്. ടീച്ചറെ, ഇതിനകത്തെ ഒരു പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് 50% സാധ്യത എന്ന് സാറ് പറയുമ്പോൾ ഒരു സ്ത്രീയുടെ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ടീച്ചർ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ പെൺകുട്ടികൾ ഇങ്ങനൊരു പ്രവണത ഇല്ലാതിരുന്നിട്ട് കൂടി ഇപ്പൊ ഇതിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം? ഇപ്പം മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു കേസിൽ ഇപ്പൊ സ്ത്രീകളുടെ മദ്യപാനം കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതിൽ മെയിനായിട്ടും വേണ്ടത് ഫാമിലി സപ്പോർട്ട്. ഈ ഒരു ടൈമിൽ കുട്ടിക്ക്, അതായത് ഒരു അഡോളസന്റ് ഏജിൽ കൗമാരപ്രായത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് ഒരുപാട് കാര്യങ്ങളിൽ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ പല കേസുകളിലും ഫാമിലിയിൽ നിന്ന് അങ്ങനെ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കെയറോ കിട്ടാതെ വരുമ്പോൾ ഒരു പുറത്തൊരു ഗ്രൂപ്പിലേക്ക് ഇറങ്ങി പോകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അങ്ങനെയുള്ളൊരു കുട്ടി പുറത്തൊരു ഗ്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പോസിറ്റീവായിട്ടുള്ള ഗ്രൂപ്പ്സുകളാവാം, നെഗറ്റീവ് ഗ്രൂപ്പ്സുകളാവാം. ചിലപ്പോൾ ഇങ്ങനെയുള്ള ഗ്യാങ്ങുകളിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ പെൺകുട്ടികളെ പെട്ടെന്ന് സജസ്റ്റബിൾ ആണ്. അവർക്ക് ചെറിയൊരു ജസ്റ്റ് ഒന്ന് ഒരു ടേസ്റ്റിന് വേണ്ടി നോക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അറിയാതെ കുട്ടികൾ അതിൽ വീണ് പോവാണ്. പക്ഷെ വൺസ് അവരത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പെട്ടെന്ന്, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ പെൺകുട്ടികൾക്ക് ഇതിനുള്ള ഒരു ചാൻസ് കൂടുതലുള്ള കാരണം പെട്ടെന്ന് അതിന്റെ അഡിക്ഷനിലേക്ക് പോവാണ്. അവരുടെ ടോളറൻസ് ലെവലും എല്ലാം പെട്ടെന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കാരണം കുട്ടികളിലേക്ക് ഇതിലേക്ക് എത്തിപ്പെടാതെ നമ്മൾ സൂക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റും അത് കഴിഞ്ഞ് അതിന്റെ റിലാപ്സും ഒക്കെ ചാൻസ് വളരെ പെൺകുട്ടികൾക്ക് കൂടുതലാണ്. അപ്പോൾ മാക്സിമം നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടാതിരിക്കാനായിട്ട് പാരന്റ്സും അതുപോലെ തന്നെ ഫാമിലിയും സോഷ്യൽ സപ്പോർട്ടും കെയർ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, ഒരിക്കൽ മദ്യാസക്തിയിലേക്ക് വന്നാൽ, ഒരിക്കൽ ആ അഡിക്ഷൻ ഫോമിലേക്ക് വന്നാൽ പിന്നെ എത്ര നാൾ നിർത്തിയാലും വൺസ് സ്റ്റാർട്ട് ചെയ്താൽ അവരെങ്ങനെയാണോ കഴിച്ചുകൊണ്ടിരുന്ന ആ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകും. അതാണ് മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും കുട്ടികൾ പറയാറുണ്ട്, ഇപ്പൊ 1 വർഷമായാലും നിർത്തിയിട്ട് ഇനി ചെറുതടിച്ച് കൺട്രോൾ ചെയ്തങ്ങ് പോകാം എന്നൊരു ധാരണ ബഹുഭൂരിപക്ഷം പേർക്കുണ്ട്. ആക്ച്വലി അത് പോസിബിൾ അല്ല. ഒരിക്കൽ ഇപ്പൊ നമ്മൾ ഓർക്കുന്ന എത്രയോ പേഷ്യൻസ് 9 വർഷം 10 വർഷം നിർത്തിയതിനു ശേഷം ഒരു രസത്തിന് വേണ്ടി എല്ലാവരും കൂടി ഇപ്പൊ ഒരു ഔൺസ് വൈൻ കുടിച്ചു. പിന്നെ സ്റ്റാർട്ടിങ്ങാ വൈൻ, ബിയർ, മദ്യം ഒരു 3 ആഴ്ച 4 ആഴ്ചക്കുള്ളിൽ പണ്ട് എങ്ങനെയാണോ കഴിച്ചുകൊണ്ടിരുന്നത്, 9 വർഷം മുമ്പ് എങ്ങനെയാണോ കഴിച്ചുകൊണ്ടിരുന്നത്, ആ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ ഒരിക്കൽ അഡിക്റ്റ് ആയാൽ പിന്നെ കൺട്രോൾ ഡ്രിങ്കിങ് പോസിബിൾ അല്ല. സാറേ, അതിനകത്തൊരു മാനസിക പ്രശ്നമാണോ ഉള്ളത്? അതിനകത്തൊരു ശാരീരികമായിട്ടുള്ള ഒരു പ്രശ്നമാണോ ഉള്ളത്? ഇതിനകത്ത് ക്ലിയർ ജനറ്റിക് റീസൺ ഇതിനകത്തുണ്ട്. രണ്ടാമത്തെ, ഈ മദ്യാസക്തരായ ആളുകൾ ഒരു പുവർ കോപ്പിംഗ് സ്കില്ലുള്ളവരായിരിക്കും. എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ ടെൻഷൻ, സ്ട്രെസ് ഇതിനൊക്കെ ഓവർകം ചെയ്യാനായിട്ട് തന്റേതായ കഴിവില്ലാത്തവര് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു എസ്കേപ്പിസമായിട്ട് മദ്യം ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പൊ സാധാരണ രീതിയിൽ പോകും, എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ അതിനെ താങ്ങാൻ പറ്റാതെ ആവുമ്പോൾ മദ്യം കഴിക്കും. മദ്യം കഴിക്കുമ്പോൾ വീണ്ടും പണ്ടത്തെ പോലെ തന്നെ തിരിച്ചു പോകും. ഇങ്ങനെ റിലാപ്സ് ആവും, റിക്കവർ ആവും, റിലാപ്സ് ആവും. ഇങ്ങനെ ഒരു സൈക്ലിക് ആയിട്ടാണ് സാധാരണ സാറ് പറഞ്ഞ പോലെ ബാക്കിയുള്ള 60% ആളുകൾ അങ്ങനെ സൈക്ലിക് ആയിട്ട് എത്രയോ പേഷ്യന്റ് 12 13 പ്രാവശ്യം അഡ്മിറ്റ് ആവുന്നു. 1 വർഷം നിർത്തും, എഗെയിൻ സ്റ്റാർട്ട് ആവും, പിന്നെ 6 മാസം നിർത്തും, അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സൈക്കോളജിയിലെ ഒരു തിയറി ഉണ്ട്. നമ്മൾ പറയുന്ന ഇപ്പൊ ഒരാൾ കഴിച്ചിരുന്ന ആള് സാർ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എന്തുകൊണ്ട് സ്വയം കഴിച്ചു ഞാൻ പറഞ്ഞ സ്ട്രെസ് സ്ട്രെയിൻ ഒക്കെ ഉണ്ടാകും. അത് ഞങ്ങൾ പറയാത് സെൽഫ് മെഡിക്കേഷൻ ഹൈപ്പോത്തസിസ് എന്ന് പറയും. സെൽഫ് മെഡിക്കേഷൻ. അപ്പൊ പല ആൾക്കാരും ഇതൊരു മെഡിസിനായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. അതായത് ഇപ്പം നമ്മൾ പറയാം ചില ഡെയിലി വർക്കേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവർ അധ്വാനിച്ചിട്ട് ഭാര്യമാര് പോലെ സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ കുട്ടികളിൽ തന്നെ സ്ട്രെസ് സ്ട്രെയിൻ ഉണ്ടാകുമ്പോൾ അവർ പറയടാ, ചിലപ്പോൾ കുട്ടികളിപ്പോ തന്നെ ഞാൻ പല കുട്ടികൾ കേസ് നമ്മൾ കണ്ടിട്ടുണ്ട്, കഞ്ചാവ് വലിക്കാൻ വേണ്ടി കോൺസെൻട്രേഷൻ കൂടും എന്ന് ചില അബദ്ധധാരണകൾ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർ കൂടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവരെന്താ ഒരു മെഡിക്കേഷനായിട്ടാണ്, സെൽഫ് മെഡിക്കേഷനായിട്ടാണ്. അപ്പൊ അവരെന്താ അത് കഴിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞാൽ അവർ ടെൻഷൻ കൂടുമ്പോഴും കുറച്ച് മദ്യപിച്ച് കഴിഞ്ഞാൽ ടെൻഷൻ കുറയും. വീട്ടിൽ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ആയി, അവരുമായിട്ട് വീണ്ടും ഒരു പഴയ ഒരു സെറ്റിൽമെന്റ് എന്നുള്ള രീതി നമ്മൾ ഒരുമിച്ചിരുന്ന് മദ്യപിച്ച് കഴിഞ്ഞാൽ തീരാ
അപ്പോൾ അതെല്ലാം പറയാം, ആ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി ഒരു സെൽഫ് മെഡിക്കേഷൻ എന്നുള്ള രീതിയിൽ പല ആൾക്കാരും ഇതിനെ കാണുന്നുണ്ട്. കുട്ടികളും അതുപോലെ തന്നെ ഇതിനെ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒത്തിരി അബ്ധധാരണകൾ ഈ പറയുന്ന ഈ മാഫിയക്കാർ ഇതിനെ കുത്തിച്ചു കൊടുക്കുന്നുണ്ട്. കോൺസെൻട്രേഷൻ കൂടുമെന്നും ഇപ്പൊ നമ്മൾ പറയുന്ന ആംബിറ്റമിൻ ഗ്രൂപ്പിൽപ്പെട്ട ഡ്രഗുകളാണെങ്കിൽ രാത്രി ഉറങ്ങാതിരിക്കാൻ പറ്റും. അപ്പോൾ പരീക്ഷയുടെ സമയം എടുക്കുമ്പോൾ ചില കുട്ടികൾ അത് ഉപയോഗിക്കുന്നുണ്ട്, ആംബിറ്റമിനും കഴിക്കുന്നുണ്ട്, അത് ഉറങ്ങാതിരിക്കാൻ വേണ്ടി പറ്റുമെന്ന് പറയും. അപ്പൊ അങ്ങനെ നമ്മൾ പറയുന്ന ഒരു സെൽഫ് മെഡിക്കേഷൻ എന്നുള്ള രീതിയിലും ഇത് വരുന്നുണ്ട്. ഇപ്പൊ സാർ പറഞ്ഞതിനോടുകൂടി എനിക്ക് ആഡ് ചെയ്യാനുള്ള അതും ഒരു കാരണമായിട്ട് മാറാറുണ്ട്. അതുപോലെ കോൺഫിഡൻസ് കൂടും, ആരോടെങ്കിലും സംസാരിക്കാൻ ധൈര്യം കിട്ടും. സത്യത്തിൽ കോൺഫിഡൻസ് കൂടുന്നതിനേക്കാൾ നാണം കുറയുന്നതാണ് അവിടെ സംഭവിക്കുന്നത്. നാണം ഇൻഹിബിഷൻസ് മാറും, കയറി ഇടിച്ചു കയറുന്നു, കോൺഫിഡൻസ് ഉണ്ടാവുന്നതല്ല. അതാണ് സാറ് പറഞ്ഞ ഒത്തിരി തെറ്റിദ്ധാരണകൾ ഇതിനകത്ത് ഉണ്ട് കുട്ടികളുടെ. അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രമേ കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. അത് മാറി കഴിയുമ്പോൾ നമ്മൾ തിരിച്ചുള്ള എഫക്റ്റ് ആയിരിക്കും ഉള്ളത്. അതിലും താഴേക്ക് പോവായിരിക്കും ചെയ്യുക. മദ്യം ഇല്ലാത്തപ്പോ ഉള്ള കോൺഫിഡൻസും ഇല്ലാതെ വരും. ഒരു ടെമ്പററി എഫക്ട് മാത്രമാണത്. നമ്മൾ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ചർച്ചയ്ക്കെടുത്തത്. ശരിക്കും ഹൃദയത്തോട് ചേർത്ത് നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ചിലപ്പോഴെങ്കിലുമൊക്കെ വഴിതെറ്റിപ്പോകുന്നതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം നമ്മുടെ വീടകങ്ങളിലെ സാഹചര്യങ്ങൾ തന്നെയാണ്. ഒരു കുട്ടി അവന്റെ ഡയറിയിൽ എഴുതിയത് ഓർക്കുന്നു, എന്റെ വീട് ഞാൻ കയറി ചെല്ലാൻ ഇഷ്ടപ്പെടാത്ത ഭ്രാന്താലയം. നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ കുറിക്കുന്നത് നമ്മുടെ ഇടപെടലിന്റെ കരുതൽ കുറവ് കൊണ്ടല്ലേ എന്ന് മാതാപിതാക്കൾ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. തീർച്ചയായും നമ്മുടെ വീടുകളെ സ്വർഗങ്ങളാക്കാൻ മാതാപിതാക്കൾ കുറച്ചുകൂടി സ്നേഹത്തോടെയും കരുതലോടെയും വിട്ടുവീഴ്ചയോടെയും ഇടപെടേണ്ടതുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളിലെ ഇത്തരം ശീലങ്ങൾ മാറ്റാൻ ഒരു ക്ലിനിക്കൽ സൈക്കോളജിയും നമ്മളോളം വരില്ല എന്ന തിരിച്ചറിവിൽ ഈ ഉത്തരവാദിത്തം നമ്മൾ തന്നെ ഏറ്റെടുക്കുമെങ്കിൽ ഹൃദയപൂർവ്വമുള്ള ഒരു നിലപാടിലേക്ക് നമ്മുടെ വീടുകൾ മാറും എന്ന പ്രതീക്ഷയോടെ കുട്ടിക്കാലത്തിന്റെ ഈ ലക്കം പൂർണ്ണമാവുകയാണ്. നന്ദി, നല്ല നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ടു ദ പ്രൊഡ്യൂസർ, കുട്ടിക്കാലം, ഡിവൈൻ വിഷൻ, മുരിങ്ങൂർ, ചാലക്കുടി. പിൻകോഡ് 680309. മെയിൽ @ goodnesstv.tv. ഫോൺ 0480 2700 893.